അവർ വന്ന സമയത്ത് ഭയങ്കര ഫ്രീയോട് ഫ്രീ. അപ്പം നമ്മൾ അല്ല അന്ന് നമ്മൾ 1 GB-ക്കൊക്കെ 250 രൂപ ഒക്കെ കൊടുത്ത മഹാന്മാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ദിവസം 1.5 GB അത് ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും എടുത്തു. പിന്നെ സ്ലോലി അല്ല അത് അങ്ങനെ പറ്റില്ലല്ലോ, ശരി അപ്പോഴും നമ്മൾ ചില നമ്പറുണ്ട് ഒഴിവാക്കണ്ട, നിങ്ങൾ ഉപയോഗിച്ചോ. നമ്മളെല്ലാവർക്കും ഈ നമ്പർ കൂടെ കൊടുത്തു, അത്യാവശ്യം നമ്പറായി. ഇപ്പം പറഞ്ഞു അതെ ഒരു സിമ്മിന് മിനിമം ഒരു 50 രൂപയാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ 50 അല്ലേ പോട്ടെ. ഇപ്പം പറഞ്ഞു ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, 300 രൂപ ഒരു മാസം വേണം, ഞാൻ നമ്പർ കട്ട് ചെയ്യും. അപ്പോൾ മറ്റോ പറഞ്ഞു നീ ഇങ്ങനെ നമ്പർ കട്ട് ചെയ്യല്ലേ. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഫ്രീ ആയിട്ട് കാര്യം എടുപ്പിച്ചു, ആ നമ്പർ ജനങ്ങളെ കൊണ്ട് കൊടുപ്പിച്ചു. ഇത് മനഃശാസ്ത്രമാണ്. ഈ കൊടുത്തു കഴിഞ്ഞ നമ്പർ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പം നിങ്ങൾ ഒരേ സമയം ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാവരെയും 2 ഫോൺ വരുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്ക്. ഏറ്റവും മിനിമം അയാളൊരു 300 രൂപ വെച്ച് രണ്ടിന് അടക്കണ്ടേ. ഇത് മനഃശാസ്ത്രമാണ്. പക്ഷെ ഇത് വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കരുതിയത്, ഇത് ഭയങ്കര ലാഭമാണ്, അല്ല അയാൾക്ക് എങ്ങനെയൊക്കെ ഇല്ലേ മുതലാന്ന്, എത്ര GB നമുക്ക് ഫ്രീ കിട്ടി. ഇതേ കാര്യം തന്നെയാണ് OTT ചെയ്യുന്നത്. അവർ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കെന്ത് ബോധം വേണം, നല്ല സിനിമകൾ, ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല, 100 ദിവസം ഓടേണ്ട സിനിമകളാണ് OTT കൊടുത്ത് നോക്കിയത്. ഇവിടെ തിയേറ്ററിൽ വലിയൊരു ആശ്വാസം ആവേണ്ട എത്രയോ സിനിമകൾ ഇങ്ങനെ പോയി. ഇത് പോകുമ്പോൾ എന്താണ്, തിയേറ്റർ അടച്ചു കൂട്ടും. ഈ തിയേറ്റർ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ എന്തായി, അങ്ങനെ ഒരു സിറ്റുവേഷൻ വെറുതെ റെഡിമെയ്ഡായിട്ട് ആലോചിച്ചു. അപ്പം നിങ്ങൾ ചിലവാക്കിയത് 50 കോടിക്കാണ്. നിങ്ങൾ കേരളത്തിൻ്റെ തിയേറ്ററിലെടുത്തു. ഇനി തിയേറ്റർ എന്താവുന്നില്ല, ഞാൻ മുൻകൂട്ടി പറയാണ്, മലയാള സിനിമ 90% മരിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് 2023 സന്തോഷത്തോടെ. നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഈ ഇൻ്റർവ്യൂ എടുത്താൽ മനസ്സിലാവും. 90% മലയാള സിനിമ തീർന്നു, ഇനി 10% ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ള തിയേറ്ററുകാരുടെ ഭൂരിഭാഗം അവസ്ഥ വെച്ചാൽ പലരും ശരിക്കും തിയേറ്ററൊക്കെ ഒന്നും കൂടെ അടിപൊളിയാക്കി ശരിക്കും ആ കൊറോണ പീരീഡിൻ്റെ തൊട്ടുമുമ്പൊക്കെ ചെയ്ത തിയേറ്ററുകാരൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലാണ്. ഈ പൈസ മാസം അടയ്ക്കേണ്ട ബാങ്കിൽ. ഈ വർഷം 250 പടങ്ങൾ ഇറങ്ങിയത്. രോമാഞ്ചം 2018 പിന്നെ പ്രളയം, ആ ഒരു സംഭവം അല്ല അതൊന്നല്ല ഞാൻ പറയുന്നത്. തിയേറ്ററുകാർക്ക് എന്തെങ്കിലും കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ, സിനിമാ പ്രശ്നം തീർക്കണമെങ്കിൽ രാജമൗലി സാർ എല്ലാ മാസവും പടം എടുക്കേണ്ടി വരും. RRR ബാഹുബലി എല്ലാ മാസവും ഇതേപോലത്തെ സിനിമകൾ എടുക്കുക. വിജയും സൂര്യയൊക്കെ എല്ലാ മാസവും ഓരോരോ പടം ഇറക്കുകയാണ് ഒരു പരിധി വരെ ഒപ്പിച്ചു കൊണ്ടുപോകാം. എന്നിട്ട് മലയാള സിനിമ വെച്ചിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 250 സിനിമയിൽ 2 സിനിമ വിജയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ തിയേറ്റർ അടച്ചുപൂട്ടി പോയാൽ ഇവിടെ വരുന്നു ഇനി മൾട്ടിപ്ലസ് മാത്രമേ കേരളത്തിലുണ്ടാവുള്ളൂ. നമ്മൾ സാധാ തിയേറ്റർ എന്ന സാധനം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഈ കപ്പൽ പോലത്തെ തിയേറ്ററൊക്കെ അതൊക്കെ 1970-ലും 1980-ലും, കാരണം വേറെ വിനോദ ഉപാധികൾ ഇല്ലാത്ത സമയത്താണത്. ആ TV വന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇളക്കം തട്ടി. കാരണം ഒരു എൻജോയ്മെൻറ്റിന് വരും. മറ്റിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലെന്ന് പറയുമ്പോൾ അച്ഛാ നമുക്കൊരു പടത്തിന് പോയാലോ, അമ്മയെ പോയാലോ എന്ന് പറയുമ്പോൾ എന്നാ വാടാ എന്നൊക്കെ പറഞ്ഞാൽ അടുത്തടുത്തൊക്കെ തിയേറ്റർ. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ലോങ്ങിലാണ് വരുന്നത്. ഒന്ന് പിന്നെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമേൻ്റെ ഒക്കെ ഒരു അവസ്ഥ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ അടിക്ക് തന്നെ ഇത്രയും സെൻട്രലിലേക്ക് ഒരിപ്പോൾ 4 ആഴ്ചയ്ക്ക് അപ്പോഴേക്കും ഇവർക്ക് OTT കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ ഒരാഴ്ചയിൽ തന്നെ ആ സിനിമ നിങ്ങൾ കാണണം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. മനുഷ്യന്മാരുടെ കാര്യമില്ലേ, നമ്മൾ നല്ല ജോലീൻ്റെ തിരക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ശരിയല്ലേ, ചിലപ്പോൾ ഒരാൾക്ക് സുഖമില്ലാത്ത അവസ്ഥ, അങ്ങനെ പല അവസ്ഥ കൊണ്ട് നമുക്ക് ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഈ ഒരു മാസമോ ഈ സിനിമ കാണാൻ പറ്റിയില്ല വിചാരിച്ചു. നിങ്ങൾക്ക് വരുന്ന അതിനുശേഷം ഈ പടം ഇല്ല തിയേറ്ററിൽ. അതേസമയം മുമ്പത്തെ അവസ്ഥയിലാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 80 കൂടെ 90 കൂടെ ഒരു പടം ഇറങ്ങി, നല്ല പടം കേട്ടോ കാണാം, അത് 100-ാം ദിവസം അവിടെ ഉണ്ട്, 80-ാം ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം അവിടെ പോയി കാണാം. ഇനി അവിടെ മിസ്സായാലും നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ആ ഷോ വരുന്നുണ്ട്, അതിൻ്റെ അപ്പുറമുള്ള തിയേറ്ററിലുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ എല്ലാവരും ഒരു സിനിമ 2-ാം പ്രാവശ്യം കാണാൻ നിങ്ങൾക്ക് സമയമില്ല, കാരണം അപ്പോഴും പടം മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ ടോട്ടലി ആ സിനിമയ്ക്ക് നഷ്ടമല്ലേ വരുത്തുന്നത്, നിങ്ങൾ അർഹിച്ച സാധനമില്ലേ നിങ്ങൾക്ക് മിസ്സാവുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഇത് സൂപ്പർ താരങ്ങളോ ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ കാര്യമാണ് പറയുന്നത്. ചെറിയ ബജറ്റിൽ എടുക്കുന്ന സിനിമക്കാർക്ക് ഇത് വലിയ പ്രശ്നമല്ല. ഇതാണ് 2015 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യം. ദാറ്റ് ഈസ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക, വലിയ പൈസ മുടക്കാതെ സിനിമ എടുക്കുക, അത് OTT കൊടുത്താലും. കാരണം അത് ഏത് കാലത്തും ഞാൻ പറയുന്നു, ഏത് കാലത്തും ഒരു പടത്തിന് ചേട്ടാ ഒരു 50 ലക്ഷം 1 കോടി എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തും അവർ അതിൻ്റെ ബിസിനസ് നമുക്കത് ഓക്കെയാണ്. ഈ 100 കോടി 200 കോടി പറയുമ്പോഴാണ് അവർക്കും ഇത് വരുന്നത്. മാത്രമല്ല ഇനി അവൻ്റെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് വന്നു. ഞാൻ പറഞ്ഞ ശരി, കാരണം ആ പൈസയല്ലേ അവർക്ക് റിട്ടേൺ ആവശ്യമുള്ളൂ. നിങ്ങൾ 20 ലക്ഷത്തിന് എടുത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 ലക്ഷം എന്ന് പറയുന്നത് ഈ രീതിയിൽ നല്ല കണ്ടന്റ് നല്ലതാണ്. നിങ്ങൾക്ക് ആളെ പിടിക്കുമെങ്കിൽ എത്ര വലിയ നടനും വേണമെന്നില്ല, നല്ല സ്ക്രിപ്റ്റും അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിയും ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഇതാണ് കുറച്ചുകൂടെ സേഫ്.